My head aches. I'm so sick. Oh, I'm gonna kill them. Okay. Who is the killer who did 30 plus crimes in California? Yes, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മൂവി സോഡിയാക്, ഡയറക്റ്റഡ് ബൈ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡയറക്ടർ ഡേവിഡ് ഫിഞ്ചർ. ഈ മൂവി ഡേവിഡ് ഫിഞ്ചറിൻ്റെ ഫിലിമോഗ്രഫിയിലെ തന്നെ ഫസ്റ്റ് നോൺ ഫിക്ഷൻ മൂവിയാണ്. ഈ മൂവി ശരിക്കും സോഡിയാക് എന്ന് പറഞ്ഞൊരു സീരിയൽ കില്ലറിനെ കുറിച്ചുള്ള മൂവി തന്നെയാണ്. ആക്ച്വലി ഇതൊരു നടന്ന സംഭവം തന്നെയാണ്. സ്റ്റോറി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മോഡലാണ് പോകുന്നത്. ബട്ട് ഹൗ ഇസ് ദിസ് ഡിഫറെൻറ്റ് ഫ്രം അതർ ത്രില്ലർ മൂവീസ്? ഐ വിൽ എക്സ്പ്ലെയിൻ. കില്ലറിനെ പല പ്രാവശ്യം ഈ മൂവിയിൽ കാണിക്കുന്നുണ്ട്. ബട്ട് ഒരു പ്രാവശ്യം പോലും കില്ലറിൻ്റെ ഫേസ് ക്ലിയറായി കാണിക്കില്ല ഒബ്വിയസ്ലി. ബട്ട് എങ്ങനെയാണ് അവർ ഫേസ് കവർ ചെയ്തിരിക്കുന്നത് എന്നതാണ് ഡിഫറൻസ്. ഫസ്റ്റ് സീനിൽ കില്ലറുടെ ഫ്ലാഷ് ലൈറ്റാണ് ക്യാമറയിൽ നിന്നും കില്ലറുടെ ഫേസ് കവർ ചെയ്യുന്നത്. സെക്കൻഡ് സീനിൽ അവർ കില്ലറിനെ ഫേസ് മാസ്ക് ഉപയോഗിച്ചിട്ടാണ് കില്ലറുടെ ഫേസ് കവർ ചെയ്തിരിക്കുന്നത്. തേർഡ് അറ്റാക്കിൽ ലൈറ്റിംഗ് സെറ്റപ്പ്, അല്ലെങ്കിൽ കില്ലറിൻ്റെ മുഖത്തേക്ക് ലൈറ്റ് അടിക്കാത്ത രീതിയിൽ ലൈറ്റിംഗ് സെറ്റപ്പ് ചെയ്തിട്ടാണ് അവർ കില്ലറുടെ ഫേസ് കവർ ചെയ്തിരിക്കുന്നത്. പല ഷോട്ട്സിലും കില്ലറിനെ കാണിക്കുമ്പോൾ ഒരു ടെൻഷൻ വ്യൂവേഴ്സിൻ്റെ ഉള്ളിൽ ബിൽഡാവും. ബട്ട് ഈ ട്രിക്ക് എപ്പോഴും യൂസ് ചെയ്തോളണമെന്നില്ല. ഈ ഡേവിഡ് ഫിഞ്ചറിൻ്റെ തന്നെ മൂവിയായ 7 അതിൽ കില്ലറിനെ ക്ലൈമാക്സിൽ മാത്രമാണ് കാണിക്കുന്നത്. ആക്ച്വലി ആ സിനിമയിൽ ഫുള്ള് കില്ലറിനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടെന്ന് ക്ലൈമാക്സിലാണ് കില്ലറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മൂവിയിൽ ക്യാരക്ടർ ബ്ലോക്കിംഗ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ക്യാരക്ടർ ബ്ലോക്കിംഗ്? ക്യാരക്ടേഴ്സിനെ ഒരു ഫ്രെയിമിൽ എവിടെയൊക്കെ പ്ലേസ് ചെയ്യുന്നു എന്നതാണ് ക്യാരക്ടർ ബ്ലോക്കിംഗ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഗ്രേ സ്മിത്തും വോണും തമ്മിലുള്ള കോൺവെർസേഷൻ എടുത്ത് നോക്കിയാൽ ഇതിൽ വോൺ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുമ്പോൾ ഗ്രേ സ്മിത്ത് റൈറ്റ് സൈഡിൽ ഇരിക്കുകയാണ്. സോ അവരുടെ ഐലൈൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രേ സ്മിത്ത് മുകളിലേക്ക് നോക്കുമ്പോൾ വോൺ താഴത്തേക്ക് നോക്കും. സോ ഇത് വോണിൻ്റെ പവർ ആൻഡ് ഡൊമിനൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഭയങ്കര യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഈ സീനിൽ വോണിനെ റൈറ്റ് സൈഡിലാണ് പ്ലേസ് ചെയ്തിരുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കുറേ നെഗറ്റീവ് സ്പേസ് വന്ന് ആ ഫ്രെയിം മൊത്തത്തിലൊരു ഡിസ്റ്റർബിങ് ഫ്രെയിമായി മാറിയാണ്. ഈ മൂവിയിൽ ഇവർ നല്ല രീതിയിൽ തന്നെയാണ് നെഗറ്റീവ് സ്പേസിനെ ബാലൻസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയേണ്ടത് ഈ മൂവിയുടെ കളർ പാലറ്റിനെ കുറിച്ചാണ്. ഈ മൂവിയുടെ സ്റ്റോറി നടക്കുന്നത് 1960s 70s ടൈമിലാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഡിറ്റർ ഒരു വിൻറ്റേജ് ടോണിലാണ് മൂവിയുടെ കളറിങ് ചെയ്തിരിക്കുന്നത്. ബട്ട് മോസ്റ്റ് ഓഫ് ദ സീൻസ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് ബ്ലൂ ആൻഡ് യെല്ലോ ആണ് ഇവർ മോസ്റ്റ്ലി യൂസ് ചെയ്തിരിക്കുന്ന കളർ പാലറ്റ്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഈ മൂവിക്ക് വേണ്ടി ഡേവിഡ് ഫിഞ്ചർ എന്ന് പറഞ്ഞ ഡയറക്ടർ എടുത്ത എഫേർട്ടാണ്. ഇതൊരു റിയൽ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ അന്ന് നടന്ന ഇൻസിഡൻസ് അതുപോലെ തന്നെ ഫ്രെയിമിൽ കൊണ്ടുവരാൻ നല്ല എഫേർട്ട് ഡയറക്ടർ എടുത്തിട്ടുണ്ട്. ഈ മൂവിയിൽ ഒരു ഐലൻഡ് കാണിക്കുന്ന സീനിൽ 1960s അവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ പല സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് അന്നുണ്ടായിരുന്ന പോലെ അത് പ്ലേസ് ചെയ്തിട്ടൊക്കെയാണ് സീൻസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ കോസ്റ്റ്യൂംസ് വരെ അന്ന് മരിച്ചുപോയ വിക്ടിംസിൻ്റെ അതേ ഡിസൈനുള്ള കോസ്റ്റ്യൂംസാണ്. സോ കോസ്റ്റ്യൂം ഡിസൈനേഴ്സും അത്യാവശ്യം നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഞാൻ പറയാൻ പോകുന്ന സെഗ്മെൻറ്റ് സിനിമ കണ്ട് കഴിഞ്ഞിട്ട് മാത്രം കാണണം. ഇതിൽ കുറച്ച് സ്പോയിലർ കണ്ടൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഈ സെഗ്മെൻറ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എനിക്ക് ഈ മൂവിയിൽ ഒരു സ്പെസിഫിക് സീനിനെ കുറിച്ച് എടുത്ത് പറയാനുണ്ട്. ഈ സീനാണ് ഈ മൂവിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ. ഈ സീൻ ഹീറോ ആയ ഗ്രേ സ്മിത്ത് വോണിനെ കാണാൻ പോകുന്ന സീനാണ്. ഓൾസോ നോൺ ആസ് ദ ബേസ്മെൻറ്റ് സീൻ. ഈ സീനാണ് ഈ മൂവിയിലെ വൺ ഓഫ് ദ സ്കാരിയസ്റ്റ് സീൻ. വൈ? കാരണം ഡയറക്ടർ യൂസ് ചെയ്തിരിക്കുന്ന ക്യാമറ ആംഗിൾസ്, പ്രോപ്പർട്ടീസ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സൗണ്ട് എഫക്ട്സ് ഒക്കെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഈ 2 ക്യാരക്ടേഴ്സ് കയറി വരുന്ന സീൻ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു മിറർ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഈ മിററാണ് അവർ കുറച്ച് കഴിഞ്ഞ് വ്യൂവേഴ്സിൻ്റെ ഇടയിൽ ഒരു ജംപ് സ്കെയർ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാമറ ആംഗിൾസ്, വോണിനെ കാണിക്കുന്ന ഷോട്ട്സൊക്കെ ബിലോ ദ ഐ ലെവലും ഗ്രേ സ്മിത്തിനെ കാണിക്കുന്ന ഷോട്ട്സൊക്കെ എബോവ് ദ ഐ ലെവൽ ഷോട്ട്സാണ്. ബിലോ ദ ഐ ലെവൽ ക്യാരക്ടേഴ്സിനെ കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് കാണിക്കാൻ യൂസ് ചെയ്യുന്നതും എബോവ് ദ ഐ ലെവൽ ക്യാരക്ടേഴ്സിനെ കുറച്ചും കൂടെ ഹെൽപ്ലെസ് അല്ലെങ്കിൽ പവർലെസ് ആയിട്ട് കാണിക്കാൻ യൂസ് ചെയ്യുന്ന ക്യാമറ ആംഗിളാണ്. അതുപോലെ തന്നെ ഡയലോഗ്സ്. ഗ്രേ സ്മിത്തിൻ്റെ ഈ ഡയലോഗിൽ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പേടി അല്ലെങ്കിൽ ടെൻഷൻ ബിൽഡാക്കുന്നുണ്ട്. So this is how directors use properties and camera angles to create tension among the viewers. ഈ മൂവിയിൽ കില്ലർ ആരാ എന്ന് പറയുന്നുണ്ടെങ്കിലും ശരിക്കുള്ള സ്റ്റോറിയിൽ സോഡിയാക് ആരാ എന്ന് ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. സോ ഇറ്റ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവി ഫ്രം വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡയറക്ടർ. ഈ മൂവി കണ്ടതിന് ശേഷം എല്ലാവരും നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. സോ സീ യു ഓൾ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ഫിലിം മാക്സ് സൈനിങ് ഓഫ്. ബൈ ബൈ.